ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ കാസ്റ്റ് റിലേഷൻഷിപ്പ്. കോമഡി ആയിട്ട് പറഞ്ഞതല്ല, കുറച്ച് സീൻ തന്നെയാണല്ലേ ശരിക്കും. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇൻറ്റർ കാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഈ 2023 ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം വരാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും വരുന്നുണ്ടാവും. ഈവൻ എൻ്റെ ഒരു സർക്കിളിൽ പോലും ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻറ്റർ കാസ്റ്റ് റിലേഷൻഷിപ്പ് ഓർ ഇൻറ്റർ റിലീജിയൻ റിലേഷൻഷിപ്പ്. മനുഷ്യന്മാരൊക്കെ എത്രത്തോളം പ്രോഗ്രസീവായി എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ ഈ ഒരു കാസ്റ്റ് റിലീജിയൻ തോട്ട്സൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. എന്താ പറയുക, ഞാൻ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട് ഒരു ഇൻറ്റർ കാസ്റ്റ് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുമോ, അല്ലെങ്കിൽ വീട്ടിൽ സമ്മതിക്കുമോ, അല്ലെങ്കിൽ സമ്മതിച്ചാൽ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഹാപ്പി ആയിരിക്കുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് സ്റ്റോറീസ് തന്നെ തുടങ്ങാം. ഒരു ഇൻറ്റർ കാസ്റ്റ് റിലേഷൻഷിപ്പ് എടുക്കാം. നമുക്ക് ബോയിൻ്റെ സൈഡിൽ നിന്നും ഗേളിൻ്റെ സൈഡിൽ നിന്നും ബോയ് സൈഡിൽ നിന്നും നമുക്ക് പറയാം. ഓക്കെ, അവരവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പെട്ടെന്ന് അവർക്കിടയിൽ ഒരു സിറ്റുവേഷൻ വരുന്നു. അച്ഛനും അമ്മാവന്മാരൊക്കെ കൂടിയിട്ട് അവൾക്ക് ഒരു മാരേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നതും അവരെ അതിനെ എതിർക്കുന്നതും, അങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നു, അവരെ എതിർക്കുന്നു. അതായത് കാസ്റ്റ് റിലീജിയൻ വേറെയാണെന്ന് അറിഞ്ഞിട്ട് അവരിതിനെ എതിർക്കുന്നു എന്നുള്ളത്. അങ്ങനെ എന്തു ചെയ്യും എന്നറിയാതെ സ്ഥിരം ക്ലീശയായ ഒളിച്ചോട്ടം. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അവർ വീട് വിട്ട് ഇറങ്ങുന്നു എന്നുള്ളത്. എന്ത് സംഭവിക്കും? സ്വന്തം വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഒരു കല്യാണം കഴിച്ച് അല്ലെങ്കിൽ പുറത്ത് ജീവിക്കുക എന്നൊക്കെ ഇപ്പോൾ ഭയങ്കര കാഷ്വലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഉള്ളത് എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവും? ആ ഒരു റിലേഷൻഷിപ്പ് ആഫ്റ്റർ മാരേജ് നിങ്ങൾ ഹാപ്പി ആവുമോ? രണ്ട് വീട്ടുകാരെയും വെറുപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു മാരേജ്, അല്ലെങ്കിൽ ഒരു സൈഡ് നോക്കിയാൽ അങ്ങനെ ആയാലും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മൊമെൻറ്റ് എത്തിക്കഴിയുമ്പോൾ ഒരു തോട്ട് വരും, അന്ന് അവരെ വെറുപ്പിച്ചിറങ്ങിയത് വീണ്ടും അവരെ കാണാൻ പോകാനോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു കണക്ഷനൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക എന്നുള്ളത് എല്ലാം നമ്മൾ കാരണം അല്ലേ എന്നുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചില വഴക്കുകൾ വരെ ഉണ്ടാവും എന്നുള്ളത്. അന്ന് നിൻ്റെ വാക്കും കേട്ട് ഞാൻ ഇറങ്ങി വന്നു ഇന്ന് എനിക്ക് ആരെയില്ല സപ്പോർട്ടിന് എന്നുള്ളൊരു തോട്ട്, അത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. ഇൻറ്റർ കാസ്റ്റ് റിലേഷൻഷിപ്പൊക്കെ ഒരു ടാബുമായിട്ട്, ഒരു സിന്നായിട്ട് കാണുന്ന ആൾക്കാർ ഇപ്പോഴുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്ന് മാത്രം. നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയായിരുന്നു? പ്രശ്നങ്ങളുടെ തുടക്കം. 2017 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിൽ, അതായത് 5.8% ആൾക്കാർ ഇൻറ്റർ കാസ്റ്റ് മാരേജ് നടത്തിയിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ സർവേ പറയുന്നതനുസരിച്ചിട്ട് അടുത്ത 10 വർഷത്തിൽ 36% ഇൻക്രീസ് അതിലുണ്ടാവും എന്നാണ് പറയുന്നത്. റീസൺ എന്താണ്? വി ആർ ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ്. നല്ല വിദ്യാഭ്യാസം, വിവരമൊക്കെയുള്ള ജനങ്ങളായി നമ്മൾ മാറുന്നു എന്നുള്ളത്. നമ്മൾ മാറി എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്രീസ് ഇൻ എഡ്യൂക്കേഷൻ ഓഫ് ദി ഹസ്ബൻഡ്സ് മദർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവരെ എതിർത്തുകൊണ്ട് ജീവിച്ചാലുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് വേറൊരു സിറ്റുവേഷനാണ്, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ നിങ്ങളുടെ കുട്ടികളെ കാണുന്ന രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പരസ്പരം മൈൻഡ് ചെയ്യാതിരിക്കും എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എന്തോ പോലെ ആവും, എന്തോ ഒരു ഫീലിംഗ് അടിക്കും എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പാരൻറ്റിങ് പോലെ ഇരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. നല്ല പാരൻറ്റിങ്ങിലൂടെ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ദയല്ല, നമ്മൾ തന്നെയാണ് വിജയിക്കുന്നത് എന്നുള്ളത്. കൃത്യമായ പാരൻറ്റിങ്, ഓക്കെ ഇതിങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, ആ ഒരു റിയാലിറ്റി, ആ ഒരു തോട്ട് അവരുടെ ഉള്ളിലെത്തിക്കുക എന്നുള്ളത്. ചൈൽഡ്ഹുഡ് തൊട്ടേ അവർക്ക് തന്നെ അത് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത്. അവർ വളരുന്നത് നമുക്കിടയിൽ തന്നെയാണ്. ആൻഡ് കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറെ ഇതേപോലെ ഉണ്ടാവാൻ ചാൻസുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് കുട്ടികളെ പേരിടുന്നത് എന്നുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള ഒരു പേരിടാൻ പോലും ആയിട്ട് പറ്റുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെടുമെന്നില്ല, അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് ഇഷ്ടപ്പെടുമെന്നുള്ള പേടിയുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നതോ, അല്ലെങ്കിൽ എന്നിട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നുള്ളത്. ആൻഡ് ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. നിങ്ങൾ നെഗറ്റീവ് അടുപ്പിക്കാനായിട്ട് പറയുന്നില്ല, ഇതൊരു റിയാലിറ്റിയാണ്. വേറൊരു സിറ്റുവേഷനാണ് ബോയിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലില്ലാത്ത സിറ്റുവേഷനിൽ അവളുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മളുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് അമ്മയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് അമ്മയുടെ മൈൻഡ് സെറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ചിന്ത മുഴുവൻ അതൊക്കെ ഞാൻ കാരണമാണല്ലോ എന്നുള്ള തോട്ട്സൊക്കെ വരും, അല്ലെങ്കിൽ അതുകൊണ്ട് മൂടും എന്നുള്ളത്. പിന്നീട് സ്വയം ഒറ്റപ്പെട്ട പോലെയൊക്കെ വരാനായിട്ട് തുടങ്ങും. ആൻഡ് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതും ഇല്ല എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര വേഴ്സാവും. ആൻഡ് അവർക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടും എന്നുള്ളത്. പേരൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഇൻറ്റർ കാസ്റ്റ് റിലേഷൻഷിപ്പൊക്കെ വീട്ടിൽ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. ടാസ്ക് അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവണം എങ്കിൽ
കുറച്ചൊക്കെ സീൻസൊക്കെ സഹിച്ച് തീരും എന്നുള്ളത്. അതൊക്കെ കടന്നു പോയാൽ മാത്രമേ അത് വർക്കൗട്ട് ആവൂ എന്നുള്ളത്. ഒരു ഓർത്തഡോക്സ് ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരിക്കും എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ കേസ് അങ്ങനെയല്ല. നിങ്ങൾക്ക് അവരെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ലവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അവർക്ക് നിങ്ങൾ അത്ര ഇഷ്ടമാണ്, അവരത്ര അംബീഷ്യസ് ആണ് നിങ്ങളുടെ കാര്യത്തിലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതിൻ്റെ സീരിയസ്നെസ്സും ഇമ്പോർട്ടൻസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വർക്കൗട്ടാവും. ഓക്കെ, നിങ്ങൾക്കറിയാലോ, ഇഷ്ടമല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഹാപ്പി ആയിരിക്കില്ല. ആൻഡ് അത് ജീവിതകാലം മുഴുവൻ നമ്മൾ റിഗ്രറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത്. അത് റിഗ്രറ്റ് അടിക്കാനുള്ള കാരണമാവും എന്നുള്ളത്. നിങ്ങൾ അത്രയും സ്നേഹിച്ച ഒരാളെ വിട്ടു പോകുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അവരെ നിങ്ങളുടെ പാരൻസിൻ്റെ വാക്കും കേട്ട് ഒഴിവാക്കിയെന്ന് വിചാരിക്കുക. പക്ഷേ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം അതില്ലാണ്ടാവോ? നേരത്തെ പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ രണ്ടുപേരും റിഗ്രറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളത്. ആൻഡ് ചില സിറ്റുവേഷനിൽ നമ്മൾ തന്നെ കേൾക്കാറുണ്ടല്ലേ, സൂയിസൈഡ്സ്. ഒന്നും സഹിക്കാൻ പറ്റാണ്ട് ചില ആൾക്കാരിങ്ങനെ സ്വയം ഇല്ലാണ്ടാവും എന്നുള്ളത്. ആൻഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഏത് പാരൻസാണ്, പ്രത്യേകിച്ച് ഇത്തരം ചിന്തകളൊക്കെ ചെറുപ്പം തൊട്ട് ഉള്ളിൽ നിറച്ച് വെച്ചിരിക്കുന്നപ്പോൾ ഏത് പാരൻസാണ് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്? ഇവൻച്വലി അത് അവരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ഹാപ്പിനെസ്സാണ് ഏതൊരു പാരൻറ്റിനെ സംബന്ധിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. ആൻഡ് നിങ്ങളുടെ പാരൻസ് അത് സമ്മതിക്കുന്നില്ല എങ്കിൽ അതിനൊരു മീനിങ് മാത്രമേ ഉള്ളൂ. അവർക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് കാണേണ്ടതില്ല. അവർക്ക് നിങ്ങളുടെ സന്തോഷത്തെക്കാളും അല്ലെങ്കിൽ അവരുടെ സന്തോഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. ആൻഡ് ഇഫ് യു ആർ എ പാരൻറ്റ് ലിസണിങ് ടു മീ, ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ കണ്ണ് തുറക്കാനായിട്ട് കാരണം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഈ ഒരു ജനറേഷനിൽ ലവ് എന്ന് പറയുന്ന കാര്യം വളരെ അൺകോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു ആർ ബ്ലെസ്ഡ് വിത്ത് ഇറ്റ്, നിങ്ങൾ അത്രയും ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോയി അത് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. ആൻഡ് വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സ്ട്രോങ് ആയിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഉള്ളത് എന്നുള്ളതാണ്. എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ തന്നെ പല സ്ഥലത്തായി കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരല്ലെങ്കിലും നമ്മുടെ പാരൻസിൻ്റെ വാക്കുകൾ കേട്ട് അവർ ഒഴിവാക്കുന്ന അവസ്ഥ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ജസ്റ്റ് ഒന്ന് കരഞ്ഞു പറഞ്ഞത് കേട്ടിട്ട് അവരെ ഒഴിവാക്കുന്ന അവസ്ഥ എന്നുള്ളത്. ഇവരിത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വെച്ചിട്ട് അവരോട് റിലേഷൻഷിപ്പ് വേണ്ട എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടാവുന്നു എന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരാളാണ് നിങ്ങളുടെ പാർട്ണർ എങ്കിൽ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, എന്തായാലും എന്താണ് എങ്കിൽ, അതായത് അവൻ്റെ പാരൻസ് പറയുന്നത് കേട്ട് നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളെയും നിങ്ങളുടെ ഇഷ്ടമൊക്കെ മനസ്സിലാകാതെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. നാളെ ലൈഫിൽ വീണ്ടും ഇതേപോലെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവനല്ലെങ്കിൽ അവൾ അവരുടെ പാരൻസ് പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ ഇതേപോലെ ട്രീറ്റ് ചെയ്യില്ല എന്നതിന് എന്താണ് ഉറപ്പ്? ഇറ്റ്സ് ദ റൈറ്റ് ടൈം ടു ലീവ്. ആൻഡ് ഓൾസോ ഇഫ് സമൺ ട്രീറ്റ്സ് യു ലൈക്ക് ദർ അഷെയിംഡ് ഓഫ് യുവർ കാസ്റ്റ്, നിങ്ങളുടെ കാസ്റ്റ് ഓർത്ത് അവർ അഷെയിംഡ് ആയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അറിയാമല്ലോ. യെസ്, അല്ല എനിക്കറിയാം നിങ്ങൾ എന്തായാലും അത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല എന്നുള്ളത്. സൊസൈറ്റി എന്ത് പറയുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ജഡ്ജ് ചെയ്യോ എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സ്നേഹവും ഇഷ്ടവും സാക്രിഫൈസസും നിങ്ങളുടെ സ്വപ്നം കണ്ട ലൈഫും എല്ലാം ആ ഒരു മൊമെൻറ്റിൽ മറക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറോടാണ്. അവനല്ലെങ്കിൽ അവൾ പോയത് ഭയങ്കരമായിട്ട് നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബെറ്റർ വിൽ കം ഹു ലവ്സ് യു മോർ ദാൻ എനിത്തിങ്. ദയവ് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൂടി മനസ്സിലാക്കുക എന്നുള്ളത്. അല്ല, ഇതൊക്കെ ആദ്യമേ അറിയാലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും സിറ്റുവേഷൻ ഉണ്ടാകുന്നത്, കുറച്ച് ടാസ്ക് ആവും എന്നുള്ള കാര്യമൊക്കെ. പിന്നെ പെട്ടെന്ന് എന്താണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഇതിന് നിൽക്കരുതായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അവർക്ക് അതത്രമാത്രം ഹേർട്ടാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ബോധ്യവും ഉണ്ടാവില്ല എന്നുള്ളത്. അവർ ജീവിതകാലം മൊത്തം വിഷമിച്ചിരിക്കുന്നുണ്ടാവും ഇതോർത്ത് എന്നുള്ളത്. പതിയെ ആ വിഷമം നിങ്ങൾക്കും മനസ്സിലാവും എന്നുള്ളത്. ആൻഡ് അതന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ അത്രയും വൈകി പോയിട്ടുണ്ടാവും എന്നുള്ളത് മാത്രമാണ്. ആൻഡ് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങളും ഒന്നും ഇല്ലാണ്ടാക്കരുത് പ്ലീസ്. ഓക്കെ, എല്ലാവരും ചോദിക്കാൻ ചാൻസില്ല, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ചോദിക്കാൻ ചാൻസുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മളുടെ പാരൻസിൻ്റെ ആഗ്രഹങ്ങളോ എന്നുള്ളത്. അവരത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തി ഇതുവരെ എത്തിച്ചു, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഓഫ് കോഴ്സ് ദേ ഡിസേർവ് യുവർ ലവ്, യുവർ റെസ്പെക്റ്റ്, യുവർ കെയർ, എവ്രിതിങ്. അവർ നിങ്ങളുടെ സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് അതൊരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ പ്രണയം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അതിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ്സ് അവർക്കില്ല എന്നുള്ളത്. ആൻഡ് നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്ത് പറ്റില്ല എന്ന് പറയുന്നതിലൂടെ രണ്ടുപേരുടെ സ്നേഹമാണ് ഇല്ലാണ്ടാവുന്നത്, അവരുടെ ജീവിതമാണ് ഇല്ലാണ്ടാവുന്നത് എന്നുള്ളത്. നിങ്ങൾ പറയുന്നത് കേട്ടെടുക്കുന്ന ഓരോ ഡിസിഷൻസും അവരുടെ ലൈഫ് മുഴുവൻ ഡിപ്രഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും വേദനകളും ഒക്കെ കൊണ്ട് നിറയും എന്നുള്ളത്.
അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് നിങ്ങൾ പാരൻസിനോടാണ്, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്തുകൊണ്ടോ ഒരു കാര്യം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല, അത് അവരുടെ കണ്ണീരൊപ്പാനായിട്ട് പോകുന്നില്ല എന്നുള്ളത്. ദയവ് ചെയ്ത് ഒരു ഫോഴ്സ് ചോയ്സ് എടുക്കാതിരിക്കുക. അവരത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഹാപ്പി ആയതുകൊണ്ടായിരിക്കും അവർ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരത് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് പോലും എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ആസ് എ പാരൻറ്റ് യു ആർ എ ഫെയിൽഡ്, സീരിയസ്ലി. ആൻഡ് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഉറപ്പായും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങളുടെ പാരൻസ് പറയുന്നത് കേട്ടിട്ടാണോ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. ഹോണസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുക. അവരതിൽ വിജയിക്കുന്നില്ല എങ്കിൽ ഇറ്റ്സ് യുവർ ടൈം ടു ലീവ് നൗ. ഒന്നും ചെയ്യാനായിട്ടില്ല, പെയിനൊക്കെ സഹിക്കുക എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ജേണി അഗെയിൻ എന്നുള്ളത്. ഞാൻ മെല്ലെ ഒരു കോട്ടൊക്കെ പറഞ്ഞ് മെല്ലെ അവസാനിപ്പിക്കുകയാണ്. കോട്ട ഇങ്ങനെയാണ്: ഇന്റർ കാസ്റ്റ് മാരേജസ് ആർ ഓൺലി വൺ ഓപ്ഷൻ, കാസ്റ്റ്ലെസ് മാരേജസ് ആർ ബെറ്റർ. നമുക്ക് നമ്മളുടെ കുട്ടികളെ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേലികളും സംസാരങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു മോറൽ കൾച്ചറൽ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വളർത്താം. അവർ ഡിസൈഡ് ചെയ്യട്ടെ അവർക്ക് എന്ത് സിസ്റ്റം വേണം എന്നുള്ളത്. നമുക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ കാസ്റ്റ്ലെസ് മാരേജിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.